മാത്രമല്ല അദ്ദേഹമായിട്ട് നല്ല ബന്ധം പുലർത്താൻ അന്ന് കഴിഞ്ഞിരുന്നു. തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ കാണുമ്പോൾ അച്യുതാനന്ദൻ എന്തോ ഒരു പരുക്കൻ നേതാവാണെന്ന് തോന്നുന്നു. പക്ഷേ അങ്ങനെയല്ല. നല്ല മനസ്സുള്ള, ആർദ്രതയുള്ള, സ്നേഹമുള്ള, തമാശകൾ പറയുന്ന ഒരു വ്യക്തിയായിട്ട് എപ്പോഴും എനിക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഫ്ലൈറ്റിലൊക്കെ ഒരുമിച്ച് പോകുമ്പോൾ, ഡൽഹിയിലൊക്കെ അദ്ദേഹം വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് ഞാൻ MP ആയിരിക്കുന്ന കാലത്തൊക്കെ ഒത്തിരി സംസാരിക്കുമായിരുന്നു. ആ പഴയ കാര്യങ്ങളൊക്കെ ചോദിക്കും. പിന്നെ സമരത്തെപ്പറ്റി, ഒളിവ് ജീവിതത്തെപ്പറ്റി ഒക്കെ സംസാരിക്കും. നമ്മളോടതെല്ലാം വിശദമായിട്ട് പറയുമായിരുന്നു. അപ്പോൾ അത്ര ഒരു സ്നേഹം എന്നോട് എപ്പോഴും കാണിച്ചിരുന്നു. എനിക്കും തിരിച്ചതുപോലെ എല്ലാവരുടെയും നേതാവായിരുന്നു VS. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നേതാവായിട്ട് എനിക്ക്. നമ്മളൊക്കെ തമ്മിൽ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. പക്ഷെ അതിനെല്ലാം അപ്പുറത്ത് ഒരു പോരാട്ടത്തിൻ്റെ അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയാവുമെന്ന് കരുതിയപ്പോഴാണ് പരാജയപ്പെട്ടത്. എന്നിട്ടും ആ പോരാട്ടം അദ്ദേഹം തുടർന്നു. 82ാമത്തെ വയസ്സിലാണ് മുഖ്യമന്ത്രിയാവുന്നത്. സാറിന് 82 വയസ്സെന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്രമിക്കുന്നൊരു കാലമാണ്. അപ്പോൾ എന്നും അദ്ദേഹം ഒരു പോരാളിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. ഹരിപ്പാട് അങ്ങയുടെ തട്ടകം വലിയ യാത്രയപ്പാണ് നൽകുന്നത്. എങ്ങനെയാണ് ഹരിപ്പാട് VS? ഞാൻ ഹരിപ്പാട് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അദ്ദേഹത്തെ എൻ്റെ അന്ത്യയാത്രയിൽ പങ്കാളിയാവുകയാണ്. ഞാനിവിടുത്തെ ജനപ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ അതെൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ കരുതുന്നു. രാഷ്ട്രീയമായ ഭിന്നതകളൊക്കെ ഉണ്ടാകാം, പക്ഷേ അതിനപ്പുറത്ത് സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെയാണ് ഞാൻ കാണുന്നത്. എന്നോട് വലിയ സ്നേഹമായിരുന്നു. എപ്പോഴും എന്നോട് എപ്പോഴും ആ വാത്സല്യവും സ്നേഹവും അദ്ദേഹം പ്രകടിപ്പിച്ചത്. KSU പ്രസിഡന്റ് ആയിരുന്ന കാലം മുതലേ നിങ്ങൾ അതെ, ഞാൻ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. മാത്രമല്ല നല്ല സ്നേഹമുള്ള ഒരാളാണ്. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും പുള്ളി വലിയ പരുക്കനാണ്. അങ്ങനെയല്ല. സംസാരിക്കുമ്പോൾ നല്ല മനസ്സോടുകൂടി നമ്മളോട് സംസാരിക്കുന്ന, കാര്യങ്ങൾ പറയുന്ന, സ്നേഹമുള്ള ഒരു നേതാവായിട്ടാണ് ഞാനിപ്പോഴും അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. നന്ദി രമേശ്ജിക്ക് അടക്കം ഓർക്കാനുള്ളതെങ്ങനെയാണ് VS എല്ലാവരോടും നല്ല സ്നേഹബന്ധം പുലർത്തിയ നേതാവായിരുന്നു. അതാണ് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു അംഗീകാരം VSന് കേരളം നൽകുന്നത്. അതിൻ്റെ നേർസാക്ഷ്യമാണ് ഹരിപ്പാടടക്കം തടിച്ചുകൂടിയിരിക്കുന്ന വലിയ ജനസഞ്ചയം. നിരവധി ആളുകൾ, കൊച്ചു കുട്ടികളടക്കം. മോളെ ഇത് തന്നെ വരച്ചതാണോ? ആണോ? VSന് ഇഷ്ടമാണോ? VSനെ എന്താ അറിയാം മോൾക്ക്? നല്ല വ്യക്തിയായിരുന്നു അല്ലേ? മുഖ്യമന്ത്രി ആയിരുന്നു എന്നറിയാമോ? VSനെ കാണാൻ വന്നാണോ? VSനെ കാണും അല്ലേ? SK ഇങ്ങനെ നിരവധി കുട്ടികൾ അവരുടെ മാതാപിതാക്കളോടൊപ്പം തന്നെ VSനെ അവരൊക്കെ കേട്ടറിഞ്ഞും മുതിർന്ന ആളുകൾ പറഞ്ഞറിഞ്ഞുമുള്ള ചരിത്രമാണ് VSനെ പറ്റി അവർക്ക് അറിയുന്നത്. എങ്കിലും VSലെ പോരാളിയെ, VSൻ്റെ ജനനായകനെ, VSലെ നേതാവിനെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇവിടെ കാണുന്ന ആൾക്കൂട്ടം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആലപ്പുഴയിൽ പെയ്തിരുന്ന കനത്ത മഴ തോർന്നു എന്നാണ് അവിടുന്ന് റിപ്പോർട്ടുകൾ വരുന്നത്. ഇപ്പോൾ വളരെ തെളിഞ്ഞ അന്തരീക്ഷമാണ് ആലപ്പുഴയിൽ. വിലാപയാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹരിപ്പാട് നിന്ന് ദിലീപ് കുമാർ വീണ്ടും ചേരുകയാണ്. ദിലീപ്, ശരിക്കും പാതയോരത്ത് 10,000 കാത്തു നിൽക്കുന്നു. ജനപ്രവാഹം എന്നൊക്കെ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഹരിപ്പാട്ടും അതുപോലെ ഉള്ള ഈ ഇത് കടന്നു പോകുന്ന പോയിന്റുകളിലൊക്കെ നമ്മൾ കാണുന്നത്.